കുഞ്ഞു മിനസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5 എപ്പിസോഡ് 19 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മുടെ ഓൾഫ്രഡയുടെ ദേഷ്യമൊക്കെ കടിച്ചു പിടിച്ചുകൊണ്ട് ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇനി നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അങ്ങനെ ആദ്യം തന്നെ അവൻ പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു നിനക്ക് ഇതിന് ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളുടെ ബോസിനെ നീ ഒന്ന് കണ്ടു നോക്ക്. അദ്ദേഹത്തിന് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിനക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അതിനൊക്കെ മുമ്പ് എനിക്കൊരു റൂമിൻ്റെ താക്കോൽ ആവശ്യമുണ്ട്. തീർച്ചയായും ദാ പിടിച്ചോളൂ. നിങ്ങൾ എന്തായാലും എൻ്റെ ക്വാർട്ടേഴ്സ് പ്രിപ്പയർ ചെയ്യൂ. പിന്നൊരു കാര്യം, ഇവിടുന്ന് പോകാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, നീ എത്രയും പെട്ടെന്ന് അതെല്ലാം ചെയ്യേണ്ടതാണ്. ഈ സമയത്ത് തന്നെ സിൽവി ചോദിക്കുന്നുണ്ട്, അല്ല ആർത്തർ, അവൾ വരുന്നില്ലേ? അവൾ എങ്ങനെയാണ് അവളുടെ ദേഷ്യമാനയും ടെമ്പറും പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ സ്ലേവ്സിന് വേണ്ടിയല്ല, പക്ഷേ എങ്കിലും കുറച്ച് അലേർട്ടായിട്ടിരിക്കുന്ന നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് ആർത്തർ നമ്മുടെ ഓഫീഡും കൂടെ അവരുടെ ആ ബോസിനെ കാണാനായിട്ട് ചെന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് ആർത്തറും സിൽവയും ഒരേപോലെ ഞെട്ടിയത്. അല്ല, അത് ആ സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ടൗണിലേക്ക് വെൽക്കം. ആൻഡ് അത് മറ്റാരുമില്ലായിരുന്നു, സെബാസ്റ്റ്യൻ ആയിരുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് സിൽവിനെ വേണമെന്ന് പറഞ്ഞ് ആ ഒരു മാസ്റ്റർ പ്ലാൻ ക്ലിയർ ചെയ്ത ആ ഒരു റോയൽ ഫാമിലിയിലെ സെർവൻ്റില്ല പുള്ളിക്കാരനായിരുന്നു ആർത്തർ കാലൊടിച്ച അദ്ദേഹം തന്നെ. താങ്കളുടെ ഹോസ്പിറ്റാലിറ്റിക്ക് ശരിക്കും നന്ദി. ഹോസ്പിറ്റാലിറ്റിയോ? അതെന്തായാലും കൊള്ളാം. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ ക്യൂരിയസ് ആയിട്ടിരിക്കുന്നത് എന്തോന്നറിയോ, അത് നിന്റെ മാസ്ക് ആണ്. ഞാൻ ഒത്തിരിയധികം അഡ്വഞ്ചേഴ്സ് ഈ മാസ്ക് വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പം നോബിൾസും ഈ മാസ്ക് വെക്കാൻ തുടങ്ങിയോ? അല്ല, നിനക്കെങ്ങനെ മനസ്സിലായി ഞാനൊരു നോബിളാണെന്ന്? നിന്റെ മാസ്കിൽ ഇരിക്കുന്നത് തന്നെ ഒരു ഗോൾഡ് പ്ലേറ്റ് ആണ്. അപ്പോൾ താങ്കൾക്ക് മനസ്സിലായി. താങ്കളുടെ അപ്പിയറൻസും മാജിക്കൽ പവേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്നത് താങ്കളുടെതാണ് ഈ സ്ഥലം എന്ന് തോന്നുന്നു. നീ ശരിക്കും സ്മാർട്ടായിട്ടുള്ള ഒരാളാണല്ലേ? അതെ. സോ നീ എന്ത് തരത്തിലെ പെമ്പിള്ളാരെയാണ് നോക്കുന്നത്? അല്ല, നിനക്കെങ്ങനെ അറിയാം ഞാൻ പെണ്ണിനാണോ ആണിനാണോ നോക്കണമെന്ന്? അങ്ങനെ പറയലേ. എൻ്റെ സബോർഡിനേറ്റ് എൻ്റെ അടുക്കെ പറഞ്ഞിരുന്നു, താങ്കൾ ഡോബ്സിൻ്റെയും എൽസിൻ്റെയും പേര് പറഞ്ഞപ്പോൾ തന്നെ തുടിച്ചു വന്നെന്ന്. ഇതെല്ലാം കേൾക്കാൻ നേരത്ത് ഓഫറോട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്തായാലും താങ്കൾ ഒരിക്കലും ജഡ്ജ് ചെയ്യത്തില്ല. പോയിന്റ് എന്നാന്ന് വെച്ചാൽ താങ്കൾക്ക് എന്ത് വേണമെങ്കിലും അവരെ ചെയ്യാലോ. പെട്ടെന്നായിരുന്നു അവൻ്റെ എല്ലാ ദേഷ്യവും എടുത്തുകൊണ്ട് അവൻ നേരെ ആ ബെഞ്ചിലേക്ക് ആഞ്ഞിടിച്ചത്. നായകൾ എല്ലാവരും എന്നെ എപ്പോഴും താഴ്ത്തി കണ്ടിട്ടുള്ളൂ. എൻ്റെ മുഖത്തുള്ള ആ ഒരു സ്കാർ കാരണം കൊച്ചിലെ എൻ്റെ വീടിന് ചെറുതായിട്ട് തീ പിടിച്ചു. അന്ന് ഞാൻ വളരെ കുഞ്ഞായിരുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്തും ആ ഒരു പാട് വന്നു. എന്നാൽ എൻ്റെ മുഖം കാണുന്നത് എല്ലാവരും മുഖം തിരിച്ചു കളയും. ഈവൻ എൻ്റെ സ്ലേവിന് എന്നെ കിട്ടുന്നില്ല മുഖമുണ്ട്. അവൻ പറയുന്നത് വിശ്വസിക്കാൻ കൊള്ളാല്ലേ? ശരിയാണ്, അവൻ പറയുന്ന കേൾക്കാൻ നിർത്ത് ആരായാലും ഒന്ന് വിശ്വസിച്ച് പോകും. അങ്ങനെയാണല്ലോ. അപ്പോൾ നീ എൻ്റെ പ്രശ്നം നല്ല ചോദിക്കേ. ഞാനൊരു റോയൽ ഫാമിലിയിലായിരുന്നു. എല്ലാ പെണ്ണുങ്ങളും എൻ്റെ കൂടെ നിന്ന് കിടക്കാനായിട്ട് എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? പക്ഷേ ഇപ്പോൾ ഒരുത്തി പോലും എൻ്റെ നേരെ വരത്തില്ല. താങ്കൾ റോയൽ ഫാമിലിയിലായിരുന്നോ? പിന്നെന്ത് പറ്റി? റിട്ടയർ ആയിരുന്നോ? അതൊരു നായ കാരനാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെയുള്ള ഒരു ഗ്ലാസ് എടുത്ത് താഴത്തേക്ക് എറിഞ്ഞ് പൊട്ടിക്കും. നിനക്കറിയാവോ, ഞാൻ ഒരു ഡ്യുവൽ ആർട്ടിബിളുള്ള കോൺസെർട്ടാണ്, അതും സോളിഡായുള്ള ഒരു ഓറഞ്ച് സ്റ്റേജ്. എന്നാൽ എനിക്ക് വേണ്ടത്ര റെസ്പെക്ട് കിട്ടാറില്ല, ഒരു കോപ്പം കിട്ടാറില്ല. ശരിയാണ്, എല്ലാം നായകളാണ്, എല്ലാം വെറും നായകളാണ്. എന്തായാലും ഒരേപോലെയുള്ള ഒരാളെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഡോർസ് എന്തായാലും ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാം. നമുക്കെന്തായാലും നിനക്ക് വേണ്ട കളിപ്പാട്ടങ്ങളെ പോയി നോക്കാം. നായേ, നീ ഇങ്ങോട്ട് വാ. നിന്നെ കാണുന്നവർ തന്നെ എനിക്ക് ദേഷ്യം വരുന്നെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൻ ആർത്തറിൻ്റെ നേരെ തിരിയുന്നുണ്ട്. ഇനി കുനിഞ്ഞു നടക്കണം, നീയായിരിക്കും എൻ്റെ വാക്കിംഗ് സ്റ്റിക്ക്. നടക്കണമെന്ന് പറഞ്ഞിട്ട് ആർത്തറിനെ കുത്തിക്കൊണ്ട് അവൻ മുന്നിലേക്ക് നടക്കുവാണ്. നീക്ക് എന്ത് നോക്കി നിൽക്കുവാണ്? കസ്റ്റമർ വന്നു കണ്ടില്ലേ? ആ ഡോർ തുറക്കാൻ നോക്ക്. ആ സമയത്ത് തന്നെ യെസ് സാറെന്ന് പറഞ്ഞിട്ട് അവരാട്ടെ ആ ഒരു ഡോർ തുറക്കുന്നുണ്ട്. ആർത്തറാട്ടെ അത് കണ്ട് ഞെട്ടി. ഈ സമയത്ത് തന്നെ ദൂരത്ത് ഒരുത്തൻ നിൽപ്പുണ്ടായിരുന്നു. ഡേമൺ, എന്ത് സംഭവിച്ചു? ആരെങ്കിലും മരിച്ചോ? അതേസമയം തന്നെ നന്നായിട്ട് അവിടെ നാറുന്നുണ്ടായിരുന്നു. ഒരാൾ മരിച്ചിരിക്കുന്നു. ഒരു പ്രഗ്നൻ്റ് ആയ വുമൺ ഉണ്ടായിരുന്നു. അവളുടെ പ്രസവം റീസെൻ്റ്ലിയാണ് കഴിഞ്ഞത്. അല്ല, ആ കൊച്ച് ജീവിച്ചു. അതെന്തായാലും നന്നായി. അതൊരു ഗേളുമാണ്. അപ്പം നന്നായി. കാര്യം നമുക്ക് നല്ല പ്രൈസിൽ തന്നെ അതിനെ വിൽക്കാനായിട്ട് സാധിക്കും. സിൽവി, നീ എന്തൊക്കെ വന്നാലും പുറത്തേക്ക് നോക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അത്രയും മോശമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈവ് സ്റ്റോക്സിന് വരെ അവരിങ്ങനെയാണ്. എനിക്കൊന്നും പറയാനില്ല. നീ നോക്കിക്കോളൂ, നിനക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെങ്കിൽ അത് എടുക്കാന്ന് പറഞ്ഞിട്ട് സെബാസ്റ്റ്യൻ തിരിഞ്ഞ അടുത്ത സെക്കൻഡിൽ തന്നെ പെട്ടെന്ന് അവൻ്റെ കൊങ്ങൊക്കെ പിടിച്ച് പൊക്കുന്നുണ്ട്.
ഓൾഫ്രഡ് നീ എന്ത് ചെയ്യുവാണ്? ആ സമയത്ത് തന്നെ അവൻ എൻ്റെ മാജിക്കും യൂസ് ചെയ്യും. എന്നാൽ അവൻ്റെ ഉള്ള ആരോഗ്യമൊക്കെ വെച്ചുകൊണ്ട് ഗാർഡ്സ് പെട്ടെന്ന് വന്ന് വിളിക്കാൻ നിർത്ത് ബാക്കിയുള്ള ഗാർഡ്സും അവിടേക്ക് ഓടി വരും. പക്ഷെ ആ ഗാർഡ്സിനൊക്കെ ആർത്തർ വളരെ സിമ്പിളായിട്ട് തന്നെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. നിനക്ക് അവന് വേണമെന്നുണ്ടെങ്കിൽ മാജിക് ഒന്നും ഇല്ലാതെ കൊല്ലാൻ സാധിക്കുമല്ലോ, പിന്നെ എന്തിനാണ് നീ മാജിക് യൂസ് ചെയ്തത്? ഏതെങ്കിലും വിട്ര സോൾജർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആർത്തർ നിന്റെ നാക്ക് പൊന്നായിരിക്കുന്നു. ആ സമയത്താണ് അവൻ തിരിഞ്ഞു നോക്കിയത്. ദൂരത്തായിട്ട് ഒരു വലിയൊരു എക്സ്പ്ലോഷൻ വന്ന്, അത് മാത്രമല്ല അവിടേക്ക് ഒരുത്തൻ വന്നിട്ടുണ്ട്. ആൻഡ് അത് മറ്റാരുമല്ല, നമ്മുടെ യൂട്ടോ ആയിരുന്നു. ഹലോ ബോയ്, റിട്ടേണർ യൂട്ടോ. എന്തോ പറ്റി? എന്നെ നീ ഇവിടെ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ലേ? ഞാൻ ഡിഫറൻ്റ് ആയുള്ള ഒരു റിട്ടേണറാണ് പ്രതീക്ഷിച്ചത്. ഓ, അപ്പം നിനക്ക് പലതും അറിയാമെന്ന് തോന്നല്ലോ. ആർത്തർ സൂക്ഷിച്ച് വേണം, ഇവിടെ ഒത്തിരി അധികം ആൾക്കാരുണ്ട്, ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. നമ്മുടെ ഫൈറ്റ് നമുക്ക് വേറെ എവിടെയെങ്കിലും ആയിട്ട് കൊണ്ടുപോകണം. ഫൈറ്റോ? അല്ല, നീ എന്താണ് വിചാരിച്ചത്? നിന്നെപ്പല്ല ഒരു ലെസർ ബീങ്ങുമായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്യാനാണ് ഇവിടേക്ക് വന്നതെന്നോ? അല്ലാതെ നീ ഇവിടേക്ക് വരേണ്ട ഒരു കാര്യവുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. നിനക്കെന്നെ കൊല്ലാനാണെങ്കിലും ക്യാപ്ചർ ചെയ്യാനാണെങ്കിലും നിനക്കത് ഓൾഫ്രഡിൻ്റെ സോൾജേഴ്സിനെ വെച്ച് തന്നെ സാധിക്കുമായിരുന്നു. പക്ഷേ നീ അത് ചെയ്തില്ല. ആ സമയത്ത് തന്നെ അവൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. നിനക്ക് കാര്യം മനസ്സിലായി എങ്കിൽ നീ വഴി കാട്ടിക്കോളൂ, ഞാൻ നിന്റെ കൂടെ വരാം. അല്ല റിട്ടേണർ യൂട്ടോ, റേഡിയസ് പറഞ്ഞത് ഇങ്ങനെയല്ലെന്ന് പറഞ്ഞ അടുത്ത സെക്കൻഡ് ഓൾഫ്രഡിൻ്റെ മൂക്കിലേക്ക് അവനൊരു അറ്റാക്ക് തുളച്ചു കയറ്റി. ഇത് കണ്ട ആർത്തർ ഞെട്ടി. നീയൊക്കെ ലെസർ ബീങ്സ് ആണ്, ആ സ്ഥാനത്ത് നീയൊക്കെ നിന്നാ മതി, എൻ്റെ അടുക്കലായിട്ട് കൊണക്കാൻ വരുന്നില്ല. ഓൾഫ്രഡിനെ നമ്മളിവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നത് അത് നല്ലതാണോ? പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ആർത്തറായിട്ട് ചെറിയൊരു സാധനം എടുത്ത് താഴത്തേക്ക് ഇടും. എന്നിട്ട് അത് ചവിട്ടി പൊട്ടിച്ചിട്ട് പറയുകയും ചെയ്യും, എന്തായാലും അവൻ്റെ കാര്യം നോക്കിക്കോളും. ആ ഒരു ബീഡ് അത് ആയയുടെയാണ്. അതിനർത്ഥം അവളുടെ അടുത്ത് തന്നെ കാണും. നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അവനൊരു കാര്യം ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഭൂമിയുടെ താഴത്തേക്ക് പതുക്കെ പോകും. എന്നിട്ട് പറയും ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. ഈ സമയത്ത് തന്നെ താഴെ ഇഷ്ടം പോലെ ആലക്രിയൻ സോൾജേഴ്സ് ഉണ്ടായിരുന്നു. ആലക്രിയൻസ്, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. ഈ നശിച്ച ആലക്രിയൻ സോൾജേഴ്സ് ആർക്കും എൻ്റെ വാക്ക് കേൾക്കാൻ ഒരു താല്പര്യമില്ല. കാര്യം ഞാൻ ഇവിടുത്തെ ഒരു ട്രേഡർ ആണല്ലോ, എൻ്റെ പവർ വരെ സുപ്പീരിയർ ആണ്. പക്ഷെ ഒരുത്തരും നോക്കുന്നില്ല. നിനക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നീ ഒന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ നിൻ്റെയൊക്കെ മരണം നീയൊക്കെ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും. അതുമല്ല, ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഞാനും ഉത്തരം പറയേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവനൊരു കാര്യം സെൻസ് ചെയ്തത്. ആ സമയത്ത് തന്നെ ദൂരത്തുനിന്ന് എന്തൊരു സൗണ്ട് കേൾക്കാനായിരുന്നു. അടുത്ത സെക്കൻഡിലാണ് അവൻ പറഞ്ഞത്, ഇവരുടെ കഥ കഴിഞ്ഞിരിക്കുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ആലക്രിയൻ സോൾജേഴ്സ് പരസ്പരം തല്ലി കൊല്ലാനായിട്ട് തുടങ്ങും. പരസ്പരം അവർ വട്ടുപിടിച്ച പോലെ ആക്രമിക്കാനായിട്ട് തുടങ്ങി. ഇത് നിന്റെ പണിയാണെന്ന് എനിക്കറിയാം, മര്യാദക്ക് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓൾഫ്രഡായിട്ട് ഒരു സാധനം യൂസ് ചെയ്ത് അവളെ സെൻസ് ചെയ്യാനായിട്ട് നോക്കും. പക്ഷെ അതത്ര എളുപ്പമല്ലായിരുന്നു. ഈ സമയത്തും ആലക്രിയൻസ് എല്ലാവരും പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്നാണ് അവൻ പറഞ്ഞത്, നിനക്കറിയാവുന്ന കാര്യമല്ലേ, ഒരു സിന്ധി ഉടനെ തന്നെ ഇവിടേക്ക് എത്തുന്നതായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ ഇപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നീ ജീവനോടെ പുറത്തു പോകുന്നെങ്കിലും എനിക്ക് പറയാനായിട്ട് പറ്റും. ആയക്ക് വേണമെന്നുണ്ടെങ്കിൽ ആളിനൊക്കെ എൻ്റെ ബിട്രലിനെ പറ്റി പറയാനായിട്ട് സാധിക്കും. അവനാട്ടെ എന്നെ എപ്പോഴെങ്കിലും കൊല്ലാനും സാധിക്കും, ആർട്ടിഫാക്റ്റുള്ള കാരണം. പക്ഷെ അവളങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവളായിട്ട് തന്നെ ഇത് തീർക്കാനേ നോക്കത്തുള്ളെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ പറഞ്ഞത്, നീ ശരിക്കും നല്ല കെയറിങ് ആണല്ലോ എന്നും പറഞ്ഞോണ്ട് ഓൾഫ്രഡിൻ്റെ തൊട്ടടുത്ത് അവൾ വന്ന് നിപ്പോണ്ട്. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ ആ സോൾജർ അതിനെ അറ്റാക്ക് ചെയ്യും. പക്ഷേ ആ സമയത്ത് അവളിരുന്ന് പോയിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോട് നന്ദിയാണ് പറയേണ്ടത്. ഇത്രയധികം ആലക്രിയൻ സോൾജേഴ്സിനെ നീ ഇവിടേക്ക് എത്തിച്ചില്ലേ, അത് ഒരു സ്ഥലത്ത് തന്നെ. എൻ്റെ ഹിസ്റ്ററി എന്തായാലും ഇപ്പം എല്ലായിടത്തും സ്പ്രെഡ് ആയിട്ടുണ്ട്. അവരെന്തായാലും പരസ്പരം തമ്മിത്തല്ലി മരിച്ചോടും. നിന്റെ ട്രിക്സും ഇല്യൂഷൻസും എല്ലാം നിർത്താൻ സമയമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ താഴത്തേക്ക് ഒരു അറ്റാക്ക് ചെയ്യും. വാ, ഫേസ് ടു ഫേസ് വന്ന് നമുക്ക് നേർക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാം, ഒരു ലാൻസിനെ പോലെ. ഫേസ് ടു ഫേസോ? അത് ലാൻസിനെ പോലെ? അത് നീ തന്നെ പറയണം കേട്ടോ. നിന്റെ ലാൻസ് എന്ന നിലയ്ക്ക് എനിക്കൊരു കാര്യം പറയാം, ഇവിടെ എനിക്ക് തന്നെയല്ലേ കുറച്ച് അഡ്വാൻറ്റേജ് ഒക്കെ ഉള്ളത്. എന്ത് അഡ്വാൻറ്റേജ്? നീ ഒരു ഫെല്ലോ ലാൻസ് അടിക്കണം, പക്ഷേ ഇവിടെ എന്തായാലും ഒരു ഇറർ വരാൻ പോലും എനിക്ക് സാധിക്കത്തില്ല. നിന്നെ കൊന്നുകൊണ്ട് ഞാൻ ഇവിടെ നടന്ന എല്ലാം എൻ്റെ വശത്താക്കുന്നതായിരിക്കും. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇവിടെയുള്ള ഒരു ഡ്രോപ്സിൻ്റെ ബ്ലഡ് പോലും വീഴാൻ പാടില്ല, അതും ഞാൻ നോക്കേണ്ടതായിട്ടുണ്ട്. ഇംപ്രസീവ് ആയിട്ടുണ്ട് ഓൾഫ്രഡ്, താങ്കളുടെ മെൻ്റലായിട്ടുള്ള ആ ഒരു പവർ ഉണ്ടല്ലോ, അത് ശരിക്കും കൂടുതലാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതെല്ലാം ഇന്നിവിടെ അവസാനിക്കും. ആ സമയത്ത് തന്നെ ഓൾഫ്രഡ് പെട്ടെന്ന് ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നീ ഇവിടെയാണ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അറ്റാക്ക് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അവളാട്ടെ അത് ഡോഡ് ചെയ്ത് മാറിയേ നൈസിൽ അവളുടെ കയ്യിലൊന്ന് കൊള്ളുകയും ചെയ്യും.
ഇമ്പ്രസീവ് ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എനിക്കൊരിക്കലും നിന്റെ ഫ്രണ്ട് എൻ്റെ ഗാർഡ് ലെറ്റ് ഡൗൺ ചെയ്യാൻ സാധിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. നെക്സ്റ്റ് ചാപ്റ്ററിനകത്ത് ആർത്തറിൻ്റെയും യൂട്ടയുടെയും ഫൈറ്റും അതേപോലെ തന്നെ ആയയുടെയും ഓൾഫ്രഡിൻ്റെ ഒരു കിട്ടിയ ഫൈറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടാൻ നേരത്ത് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാനും സാധിക്കത്തുള്ളൂ.